പലസ്തീൻ ബാഗിനു പിന്നാലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്ന ബാഗുമായി ലോക്സഭയിലെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊപ്പം എന്നെഴുതിയ ബാഗാണ് പ്രിയങ്ക കയ്യിൽ കരുതിയത്. പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ബാഗുമായി പ്രിയങ്ക കഴിഞ്ഞ ദിവസം പാർലമെന്റിലെത്തിയതിനെ ചൊല്ലി വലിയ വിമർശനമുയർന്നിരുന്നു. പലസ്തീൻ എന്നെഴുതിയ ബാഗായിരുന്നു പ്രിയങ്ക കരുതിയത്. പലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ അടയാളമായ തണ്ണിമത്തന്റെ ചിത്രങ്ങളും ബാഗിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പലസ്തീൻ നയതന്ത്ര പ്രതിനിധി പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നൽകിയ ബാഗാണ് പ്രിയങ്കയുടെ കയ്യിൽ കരുതിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതേസമയം വിഷയത്തിൽ പ്രിയങ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് BJP ഉയർത്തിയത്. പ്രിയങ്കയുടേത് പ്രീണന രാഷ്ട്രീയമാണെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. വാർത്തയ്ക്ക് വേണ്ടിയാണ് ചിലർ ഇതൊക്കെ ചെയ്യുന്നത്. ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ വാർത്തയുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു BJP MP ഗുലാം അലി ഗഡാനിയുടെ വിമർശനം. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവരുടെ വോട്ട് ലഭിക്കാനുള്ള തന്ത്രമാണിതെന്നും MP മനോജ് തിവാരി പരിഹസിച്ചു. പലസ്തീനു വേണ്ടി സംസാരിക്കുന്ന പ്രിയങ്ക എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളിൽ യാതൊരു പ്രതികരണവും നടത്താത്തതെന്ന വിമർശനവും ചിലർ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയിരുന്നു. അതേസമയം വിമർശനത്തിന്റെ ചുട്ടഭാഷയിൽ പ്രിയങ്കയുടെ മറുപടി എത്തി. ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്ത്രീകൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പുരുഷാധിപത്യ നിലപാടാണ്. അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ധരിക്കും. പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിലുള്ള നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിക്കാമെന്നായിരുന്നു പ്രിയങ്ക പറഞ്ഞത്. ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയല്ല വേണ്ടത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സംരക്ഷണം ഉറപ്പാക്കൂ എന്നും പ്രിയങ്ക പ്രതികരിച്ചു.